ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കുറച്ച് കളറിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറേ ദിവസമായി ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ടെന്ന്. അപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഞാൻ ഈ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നിയ സമയത്ത് ഞാനും ആമിയും കൂടി ഇരുന്ന് കുറച്ച് കളറിങ് പെയിൻറ്റിങ് ഒക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പൊതുവിൽ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ എവിടെയോ ഞാൻ വായിച്ചതാണ് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കും എന്നുള്ളത്. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടത് റിലാക്സ് ആവുന്ന പോലെ തന്നെയാണ് തോന്നിയത് കേട്ടോ. അപ്പം നല്ലപോലെ വരയ്ക്കാനൊന്നും അറിയില്ല, പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാനിത് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ മോളും കൂടി ഡ്രോയിങ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഡ്രോയിങ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഡ്രോയിങ് ക്ലാസ്സിനൊന്നും വിടുന്നില്ല, പക്ഷെ എന്നാലും വീട്ടിൽ തന്നെ ഇതുപോലെ ഇരുന്നിട്ട് നമ്മൾ ടി വിയിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫോണിൽ 1-2 പിക്സ് ഇങ്ങനെ എടുത്തിട്ട് ചുമ്മാ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് ഒന്ന് വരച്ചിട്ട് ഞാൻ എൻ്റെ ഡയറിയിലാണ് ഇത് വരച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഒന്ന് എൻഗേജ്ഡ് ആയിരുന്നപ്പോൾ നല്ല റിലാക്സ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ടെൻഷനോ പ്രഷറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഐശ്വര്യ പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ എനിക്ക് നമ്മുടെ കമൻസ് വഴി മാത്രമാണ് എല്ലാവരെയും പരിചയമുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ കമൻസ് ഒരുപാട് നല്ല നല്ല കമൻസ് ഇടുകയും കമൻസിലൂടെ നല്ല സുഹൃത്തുക്കളായി മാറുകയും ചെയ്തവരാണ് ഞങ്ങൾ. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഐശ്വര്യ പുള്ളിക്കാരി തുടങ്ങിയിട്ടുള്ള ഈ ഒരു ചാനല് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ക്രോഷേ ഐറ്റംസ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ പത്മഹസ്ത എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്, അതുവഴിയാണ് സെയിൽസ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ഇതുവരെയും ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും പുതുതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ DM ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പാഴ്സലായിട്ട് അയച്ചു തരും. പിന്നെ ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ യൂട്യൂബ് ചാനലിലെ ലിങ്കും കൂടി കൊടുത്തേക്കാമേ. അപ്പോൾ എന്തായാലും നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ DM ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയല്ലേ? അപ്പോൾ എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എൻ്റെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പുള്ളിക്കാരി തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കിങ്ങനെ അയച്ചു തരാം, കാശൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് അയച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് അത് നമുക്ക് പിന്നീട് നോക്കാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് ഞാനിപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഇത് നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സംഭവമാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അതിനനുസരിച്ച് ചെയ്തു തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ അതും എൻ്റെ ചാനൽ കണ്ട് ഇൻസ്പയർഡ് ആയി ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഐശ്വര്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. ബിസിനസ് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനും നന്നായിട്ട് വളർന്നു വരുന്ന ഒരു എൻ്റർപ്രണർ ആണ്. അപ്പോൾ എന്തെങ്കിലും നല്ല രീതിയിൽ ബിസിനസ് സക്സസ് ആവാനായിട്ട് എല്ലാവരും വിഷസ് അറിയിച്ചേക്കണേ കമൻസിൽ. മാത്രമല്ല പേജ് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഐശ്വര്യയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. പിന്നെ എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഫോട്ടോസൊക്കെ അയച്ചു തന്നതെന്ന്. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് മെയിൽ വഴിയാണ് അയച്ചു തന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. അപ്പോൾ ഇതുപോലെ പുതിയ സംരംഭങ്ങൾ നിങ്ങൾ എന്തായാലും തുടങ്ങുക. ഈ 2026 നിങ്ങളും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങുക. എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കാം കേട്ടോ. തുടക്കക്കാരി എന്നുള്ളൊരു നിലയിൽ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സപ്പോർട്ടാണ് ഞാൻ നമ്മുടെ ചാനൽ വഴി കൊടുത്തത്.
കൊടുത്തത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുറേ അധികം എഫേർട്ട് എടുത്തിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ എത്രത്തോളം പെർഫെക്ഷൻ ആണെന്ന്. അപ്പം ഞാൻ അതിൻ്റെ ഇത് ഒറിജിനലായിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓർഡർ കൊടുക്കുക കേട്ടോ. ഇന്നുണ്ടല്ലോ ഞാൻ നമ്മുടെ പൂജാ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ വാൾപേപ്പർ പകുതിയാണ് ഒട്ടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ബാലൻസ് ഉള്ളത് എന്തായാലും ഒട്ടിക്കാനുള്ളത് ഈ ഒരു കളറിലുള്ളത് എനിക്ക് കിട്ടിയില്ല. രണ്ടാമത് ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അപ്പോൾ പുതിയതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ഡിസൈനിലുള്ള വാൾപേപ്പർ ഫുള്ളായിട്ടൊന്ന് ഒട്ടിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മീഷോ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഈ ഗോൾഡ് കോയിൻസും പിന്നെ പുതുതായിട്ട് എടുത്തേക്കുന്ന വാൾപേപ്പറും. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇന്നാണ് വിളക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം ജാനുവരിയിൽ നമ്മുടെ ന്യൂ ഇയർ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് വിളക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക്. അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് വിളക്കൊന്നും വെക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാ തടസ്സങ്ങളും ഒക്കെ മാറി നമ്മുടെ പൂജാ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇന്നിപ്പോൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സെൽഫ് ലവിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് കുറച്ചായല്ലേ. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരു പേടിയാണല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നവരാണ് നമ്മൾ സ്ത്രീകൾ. പൊതുവിൽ വീട്ടമ്മമാർ പ്രത്യേകിച്ച് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതൽ പേരും. അതിൽ കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനും ഇതുപോലൊരാൾ തന്നെ ആയിരുന്നു കേട്ടോ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് പല കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ ചെയ്യാതിരുന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ 2025 വർഷം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ ആ ഒരു വിസിബിൾ ചേഞ്ച് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഇഷ്ടമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളെയും നോക്കാതെ, അതായത് മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത കാര്യങ്ങളായിരിക്കണം നമ്മളത് ചെയ്യാനായിട്ടൊരു ധൈര്യം കാണിക്കുക നമ്മൾ വീട്ടമ്മമാർ. പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ പലതും നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ജീവിക്കുന്നതല്ലേ. നമ്മൾ വിചാരിക്കും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന്. സത്യത്തിൽ ആളുകളൊന്നും വിചാരിക്കത്തില്ല, നമുക്കാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു ചിന്തയാണ് മാറ്റേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ചിന്തയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു മുന്നേ. പക്ഷേ എപ്പോൾ ഞാൻ മാറി ചിന്തിച്ച് തുടങ്ങിയോ അപ്പോൾ മുതൽ ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഇഷ്ടം എനിക്ക് എന്നോട് തന്നെ കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഡിസിഷൻസ് ഞാൻ ഈ ഒരു 2025 ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് എടുത്തതെല്ലാം കറക്റ്റായിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റി. മറ്റൊരാളെയും പേടിക്കാതെ എന്ത് കാര്യം വേണമെങ്കിലും എനിക്ക് ബോൾഡായിട്ട് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സർക്കിൾ ചെറുതായപ്പോഴാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും നമ്മളെ ഒരു ചുറ്റും നിൽക്കുന്ന ആളുകൾ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബുള്ള ആളുകൾ തന്നെ ആയിരിക്കണം. ഒരിക്കലും നമ്മളെ വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളോട് അസൂയുള്ളവരോ ഒന്നും ആയിരിക്കരുത്. എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അത്രയും പ്യുവർ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവം നമുക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ബന്ധത്തിൽ ഒരകലം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ജീവിതകാലം മുഴുവനും നമ്മുടെ സുഹൃത്താണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരാണ് ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സഹിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ തകർന്നടിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കിൾ എപ്പോഴും ചെറുതാക്കി വെക്കുക. പിന്നെ ഒരുപാട് ഫ്രണ്ട്സൊന്നും വേണമെന്നില്ല, നമുക്ക് 1-2 ഫ്രണ്ട് മതി. പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കണം അവർ. നമ്മൾ എന്ത് പറഞ്ഞാലും ആ ഒരു ഇമോഷൻ നമ്മളെ അതുപോലെ മനസ്സിലാക്കാൻ കഴിവുള്ള 2-1 സുഹൃത്തുക്കൾ നമുക്ക് മതി. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ല, നിങ്ങൾക്ക് ആരെയും വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നല്ലൊരു സുഹൃത്താവാം. ഞാൻ അങ്ങനെയാണ്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണ്. എൻ്റെ സങ്കടങ്ങൾ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. ഞാൻ എപ്പോഴും മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഡയറി എടുത്തു വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് എഴുതാറുണ്ട്. അപ്പോൾ എനിക്കുള്ള വിഷമങ്ങളൊക്കെ ഞാൻ പേപ്പറിൽ എഴുതി കത്തിച്ച് കളയാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഒരു മനുഷ്യനോട് പറയുന്നേക്കാളും ആശ്വാസമാണ്. എന്നാൽ അതേസമയം എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാനായിട്ട് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ സുഹൃത്തുക്കളുമുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാൻ നിൽക്കാറില്ല. പൊതുവിൽ ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിച്ച് എൻ്റെ വിഷമങ്ങൾ പറയുന്ന ഒരാളല്ല. അത്രയ്ക്കും എനിക്ക് സഹിക്കാൻ വയ്യെങ്കിൽ മാത്രമാണ് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയാറുള്ളത്.
പറയാറുള്ളത് തന്നെ. അപ്പോൾ ഇതുവരെയും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളോട് ഒരു വിശ്വാസവും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കുക. കാരണം അവസാനം നമ്മളൊരു പ്രായമൊക്കെ കഴിയുമ്പോൾ നമ്മളോട് ചുറ്റും നിൽക്കുന്ന നമ്മുടെ മക്കളോ ഭർത്താവോ ഒക്കെ തന്നെ ചോദിക്കും, നിനക്കന്ന് അതൊക്കെ ചെയ്തൂടായിരുന്നോ, നിനക്കന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നോ, ഞങ്ങളാണോ പറഞ്ഞേ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം നേരിടേണ്ടി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റുള്ളവർ അങ്ങനെ ചോദിക്കാനുള്ളൊരിട നമ്മളായിട്ട് വരുത്തരുത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നമ്മുടെ അടുക്കളപ്പണിയും മറ്റു ജോലികളും മാത്രം ചെയ്തുകൊണ്ട് നടക്കാതെ കുറച്ച് സമയം നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് നല്ല അറിവുകൾ കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ എപ്പോഴും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിച്ചു കൊണ്ടിരിക്കാതെ കുറച്ച് സമയം ഒന്നും ആലോചിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് അത്രയും തീവ്രമായിട്ടുള്ളൊരു പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷനെ നമ്മളൊരു ജോലിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ നമ്മുടെ ചാനൽ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യ അവരുടെ പാഷനാണ് ക്രോഷേ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഒരു ബിസിനസ് ആക്കി സ്റ്റാർട്ട് ചെയ്തില്ലേ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്ത് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള വഴികൾ തിരഞ്ഞെടുക്കുക. പിന്നെ മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ ദ്രോഹിക്കാനോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നിനും പോവാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വളർച്ചയിൽ ഒരിക്കലും അസൂയ കണ്ടുപിടിക്കാതിരിക്കുക. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആക്കി എടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഏറ്റവും അധികം ഒരു സ്ത്രീക്ക് വേണ്ട ഒരു കാര്യം കൂടെയുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്താൽ തന്നെ നമ്മളറിയാതെ നമ്മൾക്കൊരു വളർച്ച ഉണ്ടാകും കേട്ടോ. അപ്പോൾ പലർക്കും നമ്മളിൽ ഒരുപാട് പേർക്ക് അസൂയായിരിക്കും അല്ലേ, കൂടെയുള്ളവർ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ കൂടെയുള്ള ഒരാൾ നന്നായി പോകുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കില്ല. അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ കൂടെയുള്ള ഒരാൾ നമ്മളെക്കാളും ഉയരത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല നല്ല ബന്ധങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഈ ഹെയർ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എന്നോട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. ഇപ്പോൾ ഞാൻ ബോട്ടോക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു മനുഷ്യരോടും ചോദിച്ചിരുന്നില്ല. അത് വേറൊരാളോട് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുമല്ലേ. പൊതുവേ എൻ്റെ സ്വഭാവമാണെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അവരത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യത്തേയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു നല്ലൊരു ഡിസിഷനായിരുന്നു അത്. അപ്പോൾ എന്നെ ഹസ്ബൻഡാണ് പാർലറിൽ കൊണ്ടുപോയതും. അപ്പോൾ അവിടെ അവർ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങളത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ബോട്ടോക്സിൻ്റെ ഹെയർ കളറിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അടുത്ത ഫ്രൈഡേ വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണണം. അതിലൊരുപാട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറേ ടിപ്സും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ തന്നെ എല്ലാവരും പോയി ബോട്ടോക്സ് ചെയ്യണമെന്നോ നിങ്ങളുടെ ലുക്ക് മാറ്റണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേയും നിങ്ങൾ ഒരിക്കലും എല്ലാവരോടും കൊട്ടിഘോഷിച്ച് നടക്കരുത്. നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ എല്ലാവരുടെയും അഭിപ്രായം കേട്ട് മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ടിട്ട് നിങ്ങൾ എല്ലാവരുടെയും അപ്രൂവലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് മുതൽ തീരുമാനിക്കുക, അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കുക കേട്ടോ. നമ്മളിങ്ങനെ മറ്റുള്ളവരെയൊക്കെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് നമ്മുടെ വിചാരം എന്താണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നാണല്ലേ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഭൂമി വിട്ട് പോകുന്നതിനിടയിൽ ഉള്ള നമ്മുടെ ഈ ചെറിയ ജീവിതം നമ്മൾ മറ്റാർക്കെങ്കിലും വേണ്ടി ജീവിച്ചു തീർക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ സ്വയം സന്തോഷം കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വിഷമങ്ങളും തകർച്ചകളൊക്കെ വരും. പക്ഷേ ആ സമയത്ത് നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള നല്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദൈവത്തിനെ ചേർത്ത് പിടിച്ചാൽ മതി. നമുക്ക് എത്ര വലിയ വിഷമം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് കരകയറാനായിട്ട് പറ്റും. പിന്നെ എല്ലാ മനുഷ്യനെയും എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവത്തില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമെന്നും അല്ലെങ്കിൽ
നമ്മളെ എല്ലാവർക്കും നഷ്ടപ്പെടുന്നു നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ തെറ്റായൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാലും മരിച്ചാലും ആർക്കും ഒന്നും തന്നെയില്ല. പഴയതുപോലെ തന്നെ ആളുകൾ ജീവിക്കും, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മളൊരു വിഡ്ഢിയെ പോലെ ഈ ലോകത്ത് ജീവിച്ച് തീർക്കേണ്ടി വരും എന്ന് മാത്രം ഓർക്കുക കേട്ടോ. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏത് നിമിഷമാണോ അപ്പോഴെങ്കിലും നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് തുടങ്ങണം. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ പൂജാ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് പുതിയൊരു തരം, പുതിയതല്ല, ഇവിടെ ചെന്നൈയിൽ കിട്ടുന്നത് തന്നെയാണ്. ഇതിനെ ഗുണ്ട് പൂത്തിരി എന്നാണ് പറയുന്നത്, വിളക്ക് തിരിയാണ്. അപ്പോൾ ഇങ്ങനെ പഞ്ഞി കൊണ്ട് ചുരുട്ടി വെച്ചേക്കുന്ന പൂവിന്റെ ഷേപ്പിലുള്ള താമര മൊട്ട് പോലെ ഇരിക്കുന്ന പൂത്തിരിയാണ് കേട്ടോ. പൂവ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിനെ പൂത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ട്, എനിക്ക് നെയ്വിളക്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനിലും കിട്ടും, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. ഗുണ്ട് പൂ തിരിയുന്നതാണ്, ഗുണ്ട് പൂ വിളക്ക് തിരിയുന്നതാണ് ഇതിന്റെ പേര്. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ, ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും മേടിച്ച് നോക്കിക്കോളൂ. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ റൂമിനകത്തൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മോപ്പ് ചെയ്തെടുക്കുന്നത്. ഞാനിന്ന് കുറച്ച് കല്ലുപ്പ് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ, തറയൊക്കെ ഒന്ന് തുടയ്ക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് എപ്പോഴും നമ്മുടെ വീടിനകത്ത് വെക്കുന്നതും നെഗറ്റീവ് എനർജി പോകാനും അതുപോലെ വീടൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിനകത്ത് കുറച്ച് 1-2 കല്ലുപ്പ് ഇട്ടിട്ട് ആണ് മോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സെൽഫ് കെയറിന്റെ കാര്യം ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമാണ്, മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും കാത്തു നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത് എൻ്റെ അനുഭവമാണ്. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കും ആതിരയുടെ ഹസ്ബൻഡ് ഇത്രയും സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന്. നിങ്ങളുടെ ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ചിന്തയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്കൊന്നും നേടാൻ പറ്റത്തില്ല. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വെക്കുന്നുണ്ടോ? നമ്മൾ അത് ഒരു റീസൺ ആക്കി എടുത്തുകൊണ്ട് നമ്മളെ കൊണ്ട് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ കുത്തിയിരുന്ന് സമയം കളയുകയാണ് ചെയ്യുന്നതല്ലേ. പക്ഷെ നിങ്ങൾ ഒന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ച് നോക്കിയേ, നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന്റെ സപ്പോർട്ടൊക്കെ പതിയെ പുറകെ വന്നോളും. ഞാൻ പറയുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ മുടക്കി അല്ലെങ്കിൽ വലിയ വലിയ തുകകൾ മുടക്കിയുള്ള വലിയ ബിസിനസ്സും കാര്യങ്ങളൊന്നും ചെയ്യണമെന്നൊന്നും അല്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു എഫേർട്ട് എടുക്കുക. നിങ്ങളൊന്നും ചെയ്യാതെ അവർ സപ്പോർട്ട് ചെയ്യില്ല ഇവർ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ തന്നെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊന്നും ഈ വീഡിയോ ഒന്നും കാണത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ 3ാമത്തെ ചാനലാണിത്. എൻ്റെ ആദ്യത്തെ 2 ചാനലിലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണുമോ, ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ എന്ന് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും അടുത്ത് സ്നേഹിച്ച് കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതിന് അവർ പറഞ്ഞിട്ടുള്ളൊരു എക്സ്ക്യൂസ് അവർക്ക് സമയമില്ല, തിരക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല കേട്ടോ, കാരണം അവരുടെ തിരക്കും മറ്റു കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല, പിന്നെയും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുവാണ് ചെയ്തത്. കാരണം ഇതെൻ്റെ പാഷനാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാനിത് സ്റ്റോപ്പ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. അങ്ങനെ 3ാമത്തെ ചാനലായപ്പോഴത്തേക്കാണ് കുറച്ചെങ്കിലും ആളുകളിലേക്ക് എത്തിയത്. നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ തന്നെ പ്രപഞ്ചം ഉണ്ടാകുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ എഫേർട്ട് ഇടണം. നമുക്ക് എഫേർട്ട് ഇടാനാണ് ഏറ്റവും മടിയല്ലേ. പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഭയങ്കര ഒരു മടിയായിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കി കളയാതെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്ക് 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തിരുന്ന സമയത്ത് അതിൽ ഒത്തിരി പേരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അതൊരു നെഗറ്റീവ് കമൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും അല്ല. അപ്പോൾ എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടാത്തതിനെ കുറിച്ച് ഒരാൾ കമൻറ്റ് ഇട്ടതിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഈ ചാനൽ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അതേ കാര്യം തന്നെയാണ് എനിക്ക് കമൻസ് ആയിട്ട് വന്നത്. എന്നെ നിങ്ങൾ കാണും
കാണുന്നുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ കാണുന്നില്ല അല്ലേ. ഒരു മുഖപരിചയമോ ഒന്നും അറിയാതെ എവിടെയോ ഇരിക്കുന്ന നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ ഇത്രയും മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഞാൻ ബ്ലെസ്ഡ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അതിലെനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കമൻറ്റാണ് സിൽജ അഭിലാഷ് എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി ഇട്ടൊരു കമൻറ്റാണ്. UK നിന്നാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ജെനുവിൻ ആണെന്നും എനിക്ക് നല്ലൊരു ബിഗ് ഹാർട്ട് ഉണ്ടെന്നും ഒരുപാട് ലേഡീസിനെ ഞാൻ പോലും അറിയാതെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് വായിച്ചപ്പോഴത്തേക്കും ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ തോന്നി. ശരിക്കും ഞാൻ എൻ്റെ മനസ്സിൽ എന്താണോ ചിന്തിച്ച് ആ വീഡിയോയിൽ പറഞ്ഞത് അത് തന്നെയാണ് നമ്മുടെ സഹോദരി കമൻ്റ് ഇട്ടതും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം വൈറ്റമിൻ ഡി ഹെയർ ഫാൾ ഉള്ള കാരണം കൊണ്ട് ചെക്ക് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷം നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നോക്കണം. ഇടയ്ക്കിടയ്ക്ക് വൈറൽ ഫ്ലൂ വരുന്നതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നോക്കണം. പിന്നെ സന്ധ്യ രവി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, മൂന്നാറിൽ നമ്മൾ റൂം സ്റ്റേയിനെ കുറിച്ച് ഒന്ന് പറയൂ, പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ. ഞാൻ ഓൾറെഡി അതൊക്കെ നമ്മുടെ മൂന്നാർ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി റിപ്ലൈ കൊടുത്താണ്. റിപ്ലൈ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താണ്. ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. ദേവിക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പുതിയൊരു സഹോദരിയാണ്. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം 2 കുട്ടികളുണ്ട്. അപ്പോൾ കുഞ്ഞിനെയൊക്കെ നോക്കുന്നതിനിടയിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇടുന്ന ദിവസം നോക്കിയിരുന്ന് ഇത്രയും പനിയും ഇതൊക്കെ ആയിട്ടും വയ്യായിക ആയിട്ട് കൂടി വന്നിരുന്ന് വീഡിയോ കാണാനുള്ള ഒരു മനസ്സ് കാണിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടാ. അപ്പോൾ ദേവിക കുട്ടിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ധന്യ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി കമന്റ് ഇട്ടിരുന്നു ഹസ്ബൻഡിന്റെ നെയിം എന്താണെന്ന്. ഹസ്ബൻഡിന്റെ നെയിം വിമൽ എന്നാണ് കേട്ടോ. എൻ്റെ മോളുടെ പേര് ആത്മിക എന്നാണ്. പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്കാണ് ഈ പറയുന്നത്. മോളെ വീട്ടിൽ ആമി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ആതിര എന്നാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. വേറൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗ് കണ്ടിട്ട് ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യുന്നുണ്ടോന്ന്. ഞാൻ ക്രീം ഒന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ. എനിക്ക് ഫേസിൽ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് അലർജി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാതെയാണ് പുറത്തു പോകുന്നത്. ഒരു സൺസ്ക്രീൻ പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് പിമ്പിൾസ് വരും. എൻ്റെത് ഓയിലി സ്കിന്നും കൂടിയാണ്. അപ്പം ഞാൻ ഒരു ക്രീമും ഒന്നും യൂസ് ചെയ്യാതെയാണ് പോകുന്നത്. പിന്നെ ഞാൻ ആ ഒരു റെഡ് കളറിലുള്ള ആ ഡാർക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഫേസ് കുറച്ച് ഗ്ലോ ആയിട്ട് തോന്നാറുണ്ട്. മാത്രമല്ല ക്യാമറയിൽ നമ്മുടെ ഫേസ് കാണുമ്പോൾ കുറച്ചൊന്ന് ക്ലീൻ ആയിട്ട് തോന്നുന്നതാണ് കേട്ടോ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും വേറെ ക്രീമൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ പുറത്ത് പോയി എന്ന് പറഞ്ഞില്ല, അപ്പം മേടിച്ചതാണ്. ഹസ്ബൻഡിന് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെത് മലയാളം വേർഷനാണ്. ഞാനിത് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ധന്യ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി കമൻറ്റ് ഇട്ടിരുന്നു ഈ സീക്രട്ട് ബുക്കിനെ കുറിച്ച് ഒന്ന് റിവ്യൂ പറയണേന്ന്. അപ്പോൾ എല്ലാ ലേഡീസും മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട ബുക്കാണ് കേട്ടോ. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും അല്ലേ ബുക്സ് വായിക്കുന്ന കാര്യത്തിൽ. അപ്പം എനിക്ക് ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബുക്സ് വായിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അറ്റോമിക് ഹാബിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, പിന്നെ സൈക്കോളജി ഓഫ് മണി ഉണ്ട്, പിന്നെ ഞാൻ എൻ്റെ ഈ സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക്. ഈ സീക്രട്ട് എന്ന് പറയുന്ന ഈ ബുക്കിനകത്ത് ശരിക്കും പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് ദ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് കേട്ടോ. മസ്റ്റ് റീഡ് ബുക്കാണ്. കാരണം നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി അറിവും ബോധവും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു ബുക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വായിക്കണേ. വായിച്ചിട്ടുള്ളവർ എന്തെങ്കിലും കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ, മറക്കരുതേ. പിന്നെ ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോപ്പീസ്, മില്യൺ കണക്കിന് കോപ്പീസ് വിറ്റഴിച്ചിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. അപ്പം ഞാനിത് അപ്രതീക്ഷിതമായിട്ട് യൂട്യൂബിൽ തന്നെയാണ് ഈ ബുക്കിനെ കുറിച്ച് ഒരു റിവ്യൂ കണ്ടത്. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാനിത് പകുതി വായിച്ചിട്ടേ ഉള്ളൂ, പിന്നെ ഉള്ളത് വായിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ രാവിലെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആമിയെ ഹസ്ബൻഡ് സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കൂട്ടി കൊടുത്തിട്ട് ഞങ്ങൾ പുതിയതൊരെണ്ണം മേടിക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ പഴയ സ്കൂട്ടിയുടെ അവസാനത്തെ യാത്രയാണിത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ രാവിലെ തന്നെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നെയ്വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ക്ഷേത്രത്തിലും പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് സ്കൂട്ടർ പുതിയത് മേടിച്ചത് കൊണ്ടുവന്ന് പൂജയ്ക്കും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ പോയിട്ട് ആമിയെ വിട്ടിട്ട്
ഇട്ടിട്ട് പുതിയ സ്കൂട്ടി എടുത്തുകൊണ്ട് വരും. വന്നതിന് ശേഷം ഞാനിവിടെ റെഡിയായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് പുതിയ സ്കൂട്ടി കൊണ്ടുപോയി പൂജ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു കൃഷ്ണൻ കോവിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂട്ടർ മാറ്റാനുള്ളൊരു കാരണം ഞങ്ങളുടെ വെഡ്ഡിങ് കഴിഞ്ഞ സമയത്ത്, മാരേജ് കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള സ്കൂട്ടറാണ് ഞങ്ങളിൽ ആദ്യം ഉള്ളത്. ഡിയോയുടെ വണ്ടിയാണ് അത്. ഏകദേശം 10 വർഷം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 വർഷം ആ വണ്ടി ഓടിച്ച് നമുക്ക് ലോങ് ട്രിപ്പൊന്നും ആ ഒരു വണ്ടിയിൽ പോകാനേ പറ്റില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ആണ്, പ്രത്യേകിച്ച് സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് ആ വണ്ടി മാറ്റണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് സുസുക്കി ആക്സസിൻ്റെ ബ്ലൂടൂത്ത് മോഡലാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മാപ്പൊക്കെ ഉണ്ട്, പിന്നെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. എത്ര ലോങ് ട്രാവൽ വേണമെങ്കിലും പോകാൻ നല്ല സ്മൂത്താണ്. അപ്പോൾ ഞങ്ങളിത് ഓടിച്ചതിന് ശേഷം നല്ലോണം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയത് തന്നെയാണ്. നമുക്കിപ്പോൾ നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ നമ്പർ പ്ലേറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂര സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ല, ഇവിടെ അടുത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജയ്ക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ വണ്ടി എടുക്കേണ്ടതായിരുന്നു, പക്ഷേ നമുക്ക് ഈ മരണവും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം, പിന്നെ വയ്യാതെയൊക്കെ ആയതിനു ശേഷം നമ്മൾ പിന്നെ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന സമയം നോക്കിയിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതേ പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പൂജാരി പൂജ ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ വണ്ടി നല്ല ചെറിയ വണ്ടിയാണ്, നമുക്ക് നല്ല ഒതുക്കമുണ്ട്. പിന്നെ ബ്ലൂ കളറിലുള്ളൊരു വണ്ടി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഞങ്ങളുടേത് നേരത്തെ ഇരുന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതും ഞങ്ങൾക്ക് അന്ന് നല്ല ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ളൊരു വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങളിൽ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് 2026 മോഡലാണ്, ലേറ്റസ്റ്റ് മോഡലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഞാനിപ്പോൾ എൻ്റെ കൃഷ്ണന് ഇങ്ങനെ ജമന്തിയുടെ ഹാരം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ചാർത്തി കൊടുക്കാറുണ്ട്. ഒരുപാട് പൂക്കൾ മേടിച്ചത് 2 കെട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്ത് പൂവിൽ ഇങ്ങനെ ഹാരം ഉണ്ടാക്കി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.